ഹായ് ഹലോ നമസ്കാരം. കുറച്ച് ദിവസമായി എൻ്റെ ഫ്രിഡ്ജിൽ ഈ ഒരു സാധനം ഇരിക്കാൻ തുടങ്ങിയിട്ട് എന്നെ എടുക്കുന്നില്ലേ എന്ന് ചോദിച്ച്. സാധനം ഒരു മത്തങ്ങയുടെ കഷ്ണമാണ്. മത്തങ്ങ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വെജിറ്റബിൾ അല്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഒരു സൂപ്പ് ഉണ്ടാക്കാമെന്ന്. മറിയം ആദ്യമേ പറഞ്ഞു അവൾക്ക് ആ സൂപ്പ് വേണ്ടാന്ന്. അപ്പം ഞാൻ മത്തങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ഇഞ്ചി ചതച്ചതും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതൊന്ന് 3-4 വിസിൽ കേൾപ്പിച്ചെടുത്തു. അതിനുശേഷം വെന്ത് നന്നായിട്ടത് വന്നിട്ടുണ്ട്. അതിനുശേഷം അത് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് പിന്നീട് അത് അരിച്ചെടുത്തു. എന്നിട്ട് അത് ഞാൻ തിളപ്പിക്കുവാണ് കേട്ടോ. അപ്പം ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാനത് അരച്ചത്. കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മറിയത്തിന് പനിയാണ്, അതുകൊണ്ട് ഈ ഒരു ഫോമിൽ തന്നെ ഞാൻ മറിയത്തിന് അത് കൊടുത്തു. കാരണം ഇത് കുക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഈ മണം അടിച്ചിട്ട് കുറച്ച് തരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കാൻ തുടങ്ങി. അതിന് ശേഷം പിന്നീട് ഞാൻ അതിലേക്ക് ഫ്രഷ് ക്രീമും 2 ക്യൂബ്സ് ഓഫ് ബട്ടറും കൂടെ ഇട്ടപ്പം സൂപ്പ് റെഡി. വളരെ സിമ്പിളായിട്ട് ഉള്ള സൂപ്പാണ്, പക്ഷേ ഭയങ്കര റിഫ്രഷിംഗ് ആണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പംകിൻ ഇഷ്ടമല്ലാത്ത മറിയം എന്നോടത് ചോദിച്ച് മേടിച്ച് കഴിച്ചു. ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ ഉറപ്പായിട്ടും ഇത് വളരെ സ്വാദോടെ കഴിക്കും. വളരെ ഹെൽത്തിയാണ്. അപ്പം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം എന്നുള്ള ആൾക്കാർക്ക് അവസാനം ചേർത്ത് ബട്ടറും ആ ഫ്രഷ് ക്രീമും കൂടെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഹെൽത്തി സൂപ്പാണ്. എന്നാൽ പിന്നെ ഒട്ടും വൈകണ്ട. അപ്പം ഞാനും ഒരു ബൗളിൽ സൂപ്പൊക്കെ എടുത്ത് അവിടെ പോയിരുന്ന് റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഈവനിങ്ങിലൊക്കെ ഇങ്ങനത്തെയൊക്കെ സൂപ്പ് ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് വളരെ നല്ല ഒരു ഫീലാണല്ലേ. കാഴ്ചയൊക്കെ കണ്ട് പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പയ്യെ ഊതി ആ സൂപ്പ് നമുക്ക് കുടിക്കാം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എൻ്റെ മത്തങ്ങ സൂപ്പ് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുകയും വേണം. താങ്ക്